നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2026 മെയ് 2 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഹിസ്റ്ററിയിലെ സാധ്യതാ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ പ്രവചന ചോദ്യങ്ങളാണ്. ഉറപ്പായിട്ടും ഈ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടായിരിക്കും. അപ്പോൾ ഇനിയുള്ള സമയം നിങ്ങൾ കാട് കയറി പഠിക്കാതെ ഈ ഒരു ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹിസ്റ്ററി അടിപൊളിയായിട്ട് സെറ്റാവും. നിങ്ങൾക്ക് ആ ഒരു ചോദിക്കുന്ന ഏരിയാസ് മനസ്സിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹിസ്റ്ററിയിലെ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇതുപോലെ നിങ്ങൾ പ്രസ്താവന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പ്രസ്താവന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടിപ്പ് പറഞ്ഞു തരികയാണ്. ശരിയായ പ്രസ്താവനയാണോ ഇവർ തെറ്റായത് എന്ന് പറയുന്നതിന് പകരം ശരിയല്ലാത്തത് എന്ന് പറഞ്ഞിട്ട് തരും. അപ്പോൾ ആ ശരി കാണുമ്പോൾ ശരിയുടെ പുറകെ പോയിട്ട് ഉത്തരം എന്ത് ചെയ്യും, തെറ്റിക്കുകയും ചെയ്യും. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താണ്, ക്വസ്റ്റ്യനിലെ ആദ്യത്തെ വരി വായിച്ചിട്ട് നമുക്ക് ശരിയാണോ തെറ്റാണോ കണ്ടുപിടിക്കേണ്ടത് അത് സൈഡിലോട്ടൊന്ന് എഴുതി വെക്കുക. എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. ഇനി നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. കണ്ടല്ലോ, 4 പ്രസ്താവനകൾ നമ്മുടെ PSCയുടെ അതേ മാതൃകയിൽ തയ്യാറാക്കിയതാണ്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് നടന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം 1921 ഒറ്റപ്പാലത്ത് നടന്നു. അധ്യക്ഷൻ ബാരിസ്റ്റർ ടി പ്രകാശമാണ്. മൂന്നാമത്തെ പ്രസ്താവന, തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജനുവരി 1 1.25 കോടി മലയാളികൾ എന്ന കൃതി എഴുതിയത് EMS നമ്പൂതിരിപ്പാടാണ്. അപ്പോൾ ഈ 4 പ്രസ്താവനകളും വായിച്ചിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് വരികയാണ്. ആദ്യം തന്നെ നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് എന്തോ കിടപ്പുണ്ട്, എല്ലാം ശരിയാണെന്ന് പറയുന്ന ഒരുത്തൻ കിടപ്പുണ്ട് അല്ലേ, എല്ലാം ശരിയാണ്. അപ്പോൾ ഇതിൽ ഈ തിരുക്കൊച്ചി സംയോജനം എപ്പോഴും പഠിക്കുന്നതാണ് എങ്കിലും കാണുമ്പോൾ കൺഫ്യൂഷനാവും, ശരിയല്ലേ എന്ന് തോന്നും. ജനുവരി 1 ജൂലൈ 1 ഇത് നടന്നത്. അപ്പോൾ അത് കിട്ടുന്നവർക്കിത് എലിമിനേഷൻ ടെക്നിക്കിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയും. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ ബാക്കി കണ്ടോ, എല്ലാം ശരിയാണ്, അതിൽ 3 വരും. 1, 3 ശരി, അതിൽ 3 വരും. ലാസ്റ്റ് ഓപ്ഷൻ കണ്ടല്ലോ, 1, 3, 4 ശരി, ബാക്കി എല്ലാത്തിലും 3 ഉണ്ട്. സിയിൽ മാത്രമാണ് 3 ഇല്ലാത്തത്. അങ്ങനെ 1, 2, 4 ശരി എന്നതിലേക്ക് എത്താൻ കഴിയും. അപ്പോൾ പഠിച്ചുകൊള്ളുക. തിരുക്കൊച്ചി സംയോജനം നടന്നത് 1949 ജൂലൈ 1 ജനുവരി 1 അപ്പോൾ ബാക്കി പ്രസ്താവനകളും കൂടി ശരിയാണ് എന്ന് മനസ്സിലായപ്പോൾ അത് ഇവിടുന്ന് പഠിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് ഐക്യ കേരള പ്രസ്ഥാനം കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോവുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത 2 വൺ വേർഡാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രസ്താവനയോടൊപ്പം ഞാൻ കുറച്ച് വൺ വേർഡ് ചോദ്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. യോഗക്ഷേമ സഭ സ്ഥാപിതമായത്, യോഗക്ഷേമ സഭ എന്നാണ് സ്ഥാപിതമായത് 1908 യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാരാണ്? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അപ്പോൾ ആ 2 ചോദ്യങ്ങളും കൂടി അവിടെ ഒന്ന് പഠിച്ചു വെക്കുക. വീണ്ടും നമുക്ക് എന്താണ് പോവുകയാണ്, നമ്മൾ പ്രസ്താവനകളിലേക്ക് പോവുകയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ എന്ത് നോക്കണം, ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം തന്നെ നോക്കുക. നമുക്ക് പ്രസ്താവനകൾ വായിക്കാം. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ അധ്യക്ഷ സരോജിനി നായിഡു ആണ് എന്ന് പറയുന്നു. KPCCയുടെ ആദ്യ സെക്രട്ടറി K മാധവൻ നായരാണ്. 1920 മലബാർ കോൺഗ്രസ് സമ്മേളനം മഞ്ചേരിയിൽ നടന്നു. ഇവിടെ ആദ്യം എല്ലാം തെറ്റെന്ന് പറഞ്ഞിരിക്കുന്നു. 1, 2 ശരി, 2, 3 ശരി, എല്ലാം ശരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ അറിയണം, ഇത് കാണുമ്പോഴും സരോജിനി നായിഡു ശരിയാണല്ലോ, മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ പ്രഥമ അധ്യക്ഷയായിരുന്നല്ലോ. അല്ല, ആരായിരുന്നു? ആനി ബസൻ്റ് ആയിരുന്നു അല്ലേ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിൻ്റെ ആദ്യത്തെ അധ്യക്ഷ ആനി ബസൻ്റ് ആയിരുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ എന്താണ്? തെറ്റാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉം ശരിയാണ്. 2ഉം 3ഉം ശരിയാണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എലിമിനേഷൻ ടെക്നിക്ക് വർക്ക് ആവത്തില്ല, കാരണം എല്ലാം തെറ്റെന്നൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നോക്കാം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ കണ്ടല്ലോ, ഇവിടെ തെറ്റാണ് ചോദിച്ചേക്കുന്നത്, ചിലതിൽ ശരിയല്ലാത്തത് എന്ന് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് വായിച്ചിട്ട് വേണം എഴുതാനായിട്ട്. നോക്കിക്കേ, വൈക്കം സത്യാഗ്രഹം 604 ദിവസം നീണ്ടു നിന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 12 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കേളപ്പനാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936
നവംബർ 12. കാണുമ്പോൾ എല്ലാം ശരിയാണെന്ന് തോന്നും അല്ലേ? വൈക്കം സത്യാഗ്രഹം 604 ദിവസം ശരിയാണല്ലോ. ഒരു 600യുടെ കണക്ക് എവിടെ പഠിച്ചിട്ടുണ്ട്? തെറ്റാണ്. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. 603 ദിവസമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 12 അല്ല, നവംബർ 1. അവിടെയും നവംബർ 31 കാണുമ്പോൾ ശരിയാണ് എന്നുള്ളൊരു ഇതിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പനല്ല, മന്നത്ത് പത്മനാഭനാണ് സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അതുപോലെ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 36 നവംബർ 12 അല്ല, 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നു. എന്നാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്? 1947 ജൂൺ 2. എഴുതി വെച്ചുകൊള്ളുക, മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. എല്ലാവരും പഠിച്ചിട്ടുണ്ട് ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വായിച്ചു നോക്കിക്കേ, മലബാറിൽ. അപ്പോൾ ചോദ്യം, പ്രസ്താവനകൾ നല്ല ക്ലിയർ ആയിട്ട് വായിക്കണം. മലബാറിൽ നടന്നത് ഈ ഒരു വർഷമല്ല എന്നാണ്, 47 ജൂൺ 2. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന 4 പ്രസ്താവനകളും എന്താണ്? തെറ്റാണ്. 4ഉം തെറ്റാ. വൈക്കം സത്യാഗ്രഹം 603 ദിവസം മാത്രം നീണ്ടു നിന്നു. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കെ കേളപ്പനല്ല, മന്നത്ത് പത്മനാഭനാണ്. മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ജൂൺ 2. അപ്പോൾ ഇതിൽ എന്താണ്? എല്ലാം തെറ്റ് എന്ന ഉത്തരമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരുന്നത്. 1857 കലാപത്തിൻ്റെ നേതാക്കളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. അപ്പോൾ കലാപവും കലാപത്തിൻ്റെ നേതാക്കളും ചോദിക്കും. അപ്പോൾ ഇത് പഠിക്കുക. നോക്കിക്കുക, ആദ്യത്തെ പ്രസ്താവന ലക്നൗ നാനാ സാഹിബ് എന്നാണ് തന്നിരിക്കുന്നത്. ലക്നൗ നാനാ സാഹിബ്. ഝാൻസി റാണി ലക്ഷ്മി ഭായി, ബീഹാർ കൻവർ സിംഗ്, ബറൌട്ട് പർഹാന ഷാമാൽ, ഇങ്ങനെയാണ് തന്നേക്കുന്നത്. ഇതിലേതാണ് തെറ്റ്? ആദ്യത്തേതാണ് തെറ്റ്. ലക്നൌവിൽ നാനാ സാഹിബ് അല്ല. ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഗം ഹസ്രത്ത് മഹലാണ്. അപ്പോൾ ക്ലാസ് കാണുന്നവർ നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത് എന്ന് കമൻറ്റ് ചെയ്യുക. നാനാ സാഹിബ്. അപ്പോൾ ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്. പിന്നെ ഝാൻസിയിൽ റാണി ലക്ഷ്മി ഭായ്, ബീഹാറിൽ കൻവർ സിംഗ്, ബറൌട്ട് പർഹാന അല്ലെങ്കിൽ ബറൌത്ത് പർഹാനയിൽ ആരാണ്? ഷാമാൽ. ബാക്കിയെല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ തെറ്റായ ജോഡി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, INC-യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. INC ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. INC ഇൻ്റർനാഷണൽ കോൺഗ്രസ് പരീക്ഷയിൽ ചോദിക്കും. അപ്പോൾ അതും നിങ്ങൾ പഠിച്ചിരിക്കണം. INC-യുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. നോക്കാം. ആദ്യത്തെ പ്രസ്താവന, INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി C. ശങ്കരൻ നായരാണ്. C. ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി C. ശങ്കരൻ നായരാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം എന്താണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന പുസ്തകം എഴുതിയതാരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. അദ്ദേഹം ഏത് സമ്മേളനത്തിലാണ്? അമരാവതി സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്. അത് ശരിയായ പ്രസ്താവനയാണ്. INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. INC പ്രസിഡൻ്റായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. ആനി ബസന്റാണ് INCയുടെ പ്രസിഡൻ്റായ ആദ്യ വനിത. 1924 സമ്മേളനം അധ്യക്ഷൻ ഗാന്ധിജിയായിരുന്നു. ബൽഗാമിൽ നടന്ന സമ്മേളനം 1924 സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗാന്ധിജിയായിരുന്നു. 1929 ലാഹോർ സമ്മേളനത്തിൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഈ പറയുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഈ 4 പ്രസ്താവനകളും INC-യുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും കൂടിയാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചിട്ട് മാത്രം ഇവിടുന്ന് തന്നെ ഇത് പഠിച്ചു പോയിക്കൊള്ളുക. ഈ ഒരു പ്രസ്താവനയായിരിക്കും ചിലപ്പോൾ INC ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ INC-യിലെ ആദ്യ പ്രസിഡൻ്റായ വനിത ആരാണ്? ആനി ബസന്റ്. അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായർ അല്ലെങ്കിൽ C. ശങ്കരൻ നായർ. ഗാന്ധിജി ഒരു സമ്മേളനത്തിനാണ് അധ്യക്ഷനായത്. 1924 സമ്മേളനത്തിനാണ്. അതുപോലെ ലാഹോർ സമ്മേളനം ഇമ്പോർട്ടൻ്റ് ആണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. അപ്പോൾ ഈ ഓരോ പോയിന്റുകളും നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും കൂടി, ഇപ്പം 29 സമ്മേളനം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി കൂടുതൽ 29 സമ്മേളനത്തെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? എല്ലാം ശരിയാണ്. 1, 2, 3, 4 ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രാജാറാം മോഹൻ റോയിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷനില്ല, 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തിയാൽ മതി. 1772 മെയ് 22 ജനനം.
1813 ആത്മീയ സഭ സ്ഥാപിച്ചു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചു. അപ്പോൾ ഇതിൽ തെറ്റായിട്ട പ്രസ്താവന ഏതാണെന്ന് അറിയോ? 1813 ആത്മീയ സഭ, 1815 അപ്പോൾ അദ്ദേഹം തന്നെയാണ് ആത്മീയ സഭ സ്ഥാപിച്ചത്. അതവിടെ നിന്ന് പഠിക്കുമല്ലോ. 1813 ഏത് വർഷമാണ്? 1815. അപ്പോൾ ബാക്കി പ്രസ്താവനകളെല്ലാം ശരിയാണ്. രാജാറാം മോഹൻ റോയ് 1772 മെയ് 22 ജനിച്ചത്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ്. 1815 ആത്മീയ സഭ സ്ഥാപിച്ചത്. അദ്ദേഹമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട, അപ്പം ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുമ്പോഴത്തേനും ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. 1915 ജനുവരി 8 പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിൽ തിരിച്ചെത്തി. ജനുവരി 8 ജനുവരി 9 ഗാന്ധിജി തിരിച്ചെത്തുന്നത്. ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാകുമ്പോൾ ജനുവരി എന്ന് കേട്ടിട്ടുണ്ട്, 8 9 നോക്കുമ്പോൾ നിങ്ങൾ തന്നെ അവിടെ ഇരുന്ന് കൺഫ്യൂഷൻ അടിക്കും. അപ്പോൾ ജനുവരി 9 1915 ദക്ഷിണാഫ്രിക്കയിലൊക്കെ പോയിട്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് ഗാന്ധിജി തിരിച്ചെത്തുന്നത്. ഗാന്ധിജി 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. തെറ്റാണല്ലേ. ഗാന്ധിജി 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ആ 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ് എന്നാണ് കേട്ടോ. അത് മിഷനെയാണ് എന്ന് മാത്രമാണ് അവിടെ വന്നത്. എന്തിനെയാണ് വിശേഷിപ്പിച്ചത്? ക്രിപ്സ് മിഷനെയാണ് ഗാന്ധിജി എങ്ങനെ വിശേഷിപ്പിച്ചത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൻ്റെ പിൻ തീയതിയിട്ട ചെക്ക്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി. തെറ്റ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റ്. എന്താണ്? 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ. 1, 2, 3 പങ്കെടുത്തില്ല. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? 1, 3 ആണ് ശരി. 1, 3 ശരി. ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് വരുന്നത്. 1, 3 മാത്രമാണ് ശരി. അടുത്ത ഒരു 1 വേർഡ് ചോദ്യം നോക്കാം. തിങ്കാതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ് തിങ്കാതിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം. തിങ്കാതിയ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ടത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി നോക്കി. നമുക്ക് വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. വായിച്ചു നോക്കിക്കേ. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി ജോർജിയയാണ്. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന ഏക കോളനി. അപ്പോൾ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1ാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ പങ്കെടുക്കാതിരുന്ന കോളനി ജോർജിയയാണ്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന അമേരിക്കയുടേതാണ് എന്ന് 3 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഇതിനകത്ത് ഉത്തരം എന്താണ് വരുന്നത്? ഏതാ ശരിയായിട്ട് വരുന്നത്? ഈ 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 3 ശരി. അപ്പോൾ ഏക കോളനി ജോർജിയ. ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം പഠിക്കുക. 1773 ഡിസംബർ 16. ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന ആരുടേതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. 1917 നടന്നു. റഷ്യൻ നിയമനിർമ്മാണ സഭ ദ്യൂമ എന്നറിയപ്പെടുന്നു. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ എ ആണ് വരുന്നത്. എല്ലാം തെറ്റെന്നൊക്കെ തന്നിട്ടുണ്ട്. അല്ല, റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് എല്ലാം ശരിയാണ്. റഷ്യൻ വിപ്ലവം നടന്ന വർഷം എഴുതി പഠിക്കുക. 1917. റഷ്യൻ നിയമനിർമ്മാണ സഭ ദ്യൂമ എന്നറിയപ്പെടുന്നു. രക്തരൂക്ഷിതമായ ഞായറാഴ്ച റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം. ബോക്സർ കലാപം നടന്ന വർഷം 1900 ബോക്സർ കലാപം നടന്നത് 1900. ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സർ കലാപം എന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ക്ലാസ് കേട്ടിട്ടുള്ളവർ. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഇവിടെ പ്രസ്താവനകളും 3 തന്നിട്ടുണ്ട്. അതിലേതാണ് തെറ്റെന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ആസ്ഥാനം ന്യൂയോർക്കാണ്. അതെ, ശരിയാണ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക്. അത് ശരിയാണ്. അംഗസംഖ്യ 193 ശരിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ അംഗസംഖ്യ 193.
ഔദ്യോഗിക ഭാഷകൾ 7 അത് തെറ്റാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് തെറ്റ്. 6 ഔദ്യോഗിക ഭാഷകളാണ് വരുന്നത്. 6 ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിൽ ഹോട്ട് ടോപ്പിക് എന്താണ് ചോദിക്കുന്നത് എന്നിട്ട് ഹിസ്റ്ററിയിൽ നിന്നുള്ള ടോപ്പിക്കുകൾ സെലക്റ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഒന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ടും കേൾക്കുക, ഉറപ്പായിട്ടും ഉപകാരപ്പെടും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ശരിയായ പ്രസ്താവന ഏത്? തേർഡ് വിൻഡോ എന്നത് ലോകബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകബാങ്കുമായി ബന്ധപ്പെട്ട പദമാണ് തേർഡ് വിൻഡോ. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് 1948 ഏപ്രിൽ 7 ലോക വ്യാപാര സംഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. അപ്പോൾ സംഘടനകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. തേർഡ് വിൻഡോ ലോകബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ശരിയാണ്. ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഗാട്ട് കരാറാണ്. അപ്പോൾ ഇവിടെ 1, 2, 3 ശരി എന്ന ഓപ്ഷനാണ് വരുന്നത്. ഓപ്ഷൻ സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് ഉറപ്പായിട്ടും പരീക്ഷയിലുണ്ടായിരിക്കും. അപ്പോൾ ഹിസ്റ്ററി ഈ ഒരു ക്ലാസ് കണ്ടിട്ട് ഇതിലെ ഓരോ ഓപ്ഷൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുകയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിങ്ങൾ വേറൊരു ക്ലാസ്സോ നോക്കേണ്ട ആവശ്യമില്ല. ഈ ക്ലാസ് കേൾക്കണം, പ്ലസ് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾ പഠിക്കുക. ക്ലിയർ ആണല്ലോ? ഇനി ഏത് സബ്ജക്റ്റിൻ്റെ പ്രവചന ചോദ്യങ്ങൾ അല്ലെങ്കിൽ സാധ്യതാ ചോദ്യങ്ങളാണ് ഇതുപോലെ നിങ്ങൾക്ക് വേണ്ടതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക്